അടുത്ത വിഷയം നമ്മളുടെ കേരളത്തിൽ, ഇന്ത്യയിൽ ഒക്കെ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ കണ്ടൊരു വാർത്തയാണ്. കേരള മോസ്ക്സ് സ്റ്റെപ്പ് ഇൻ ടു റീസ്കെഡ്യൂൾ ആൻഡ് കട്ട് ഷോർട്ട് ജുമാ പ്രേയേഴ്സ്. അതായത് എലക്ഷൻ വരികയാണ്. അപ്പോൾ 26 ഇന്ന് തുടങ്ങി, ഇന്ന് ആദ്യത്തെ ഫേസ് അവിടെ തുടങ്ങി. ഇനി അടുത്ത ഫേസ് എന്ന് പറയുന്നത് നമ്മളുടെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളാണ് ഇനി അതിനകത്ത് ഇലക്ഷനിലേക്ക് പോകുന്നത് അടുത്ത വെള്ളിയാഴ്ച. അപ്പോൾ ആ ഒരു സമയം അത് മുതൽ, ഇത് പ്രഖ്യാപിച്ച അന്ന് മുതൽ, ഇതിൻ്റെ തീയതി ഡേറ്റൊക്കെ വന്ന അന്ന് മുതൽ നമ്മൾ പറഞ്ഞു വെക്കുന്ന കാര്യമാണ്, വെള്ളിയാഴ്ച അത് പറ്റൂല, അത് നമ്മുടെ ജുമായുടെ ദിവസമാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാദം. അപ്പോൾ അത് തുടക്കത്തിൽ വലിയ ചർച്ചയാക്കിയിരുന്നു. മുസ്ലിം ലീഗ് വന്നു, അതുപോലെ സമസ്ത വന്നു, അങ്ങനെ പല ആളുകളും വന്നു. പിന്നെ നമ്മൾ കാണാൻ തുടങ്ങിയത് അത് സംഗതി ഇതൊക്കെയാണ്, മതപരമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ശരിയാണ്. പക്ഷേ നമ്മൾ അതിനെ ഓവർകം ചെയ്തിട്ട് നിസ്കാരം നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, നിങ്ങൾ പോയി വോട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്ന ചില ആളുകളെയും നമ്മളിവിടെ കാണിച്ചിരുന്നു. കഴിഞ്ഞ ഒരു തവണ നമ്മളതിനെക്കുറിച്ച് പറഞ്ഞതാണ്. പക്ഷേ ഇതിപ്പോൾ വീണ്ടും വേറൊരു വാർത്തയായിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് 18-ാം തീയതി. ഇത് തീരുന്നില്ല എന്നുള്ളതാണ് ഇത് വീണ്ടും എടുത്ത് പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇത് കണ്ടപ്പോൾ ഞാൻ ഒരു 3-4 ചോദ്യങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത്. അതായത് കേരള മോസ്ക് സ്റ്റെപ്പ് ഇൻ ടു റീസ്കെഡ്യൂൾ ആൻഡ് കട്ട് ഷോർട്ട് ജുമാ പ്രേയേഴ്സ് എന്ന് പറയുന്നു. ദ മൂവ് ബീങ് ടേക്കൺ ബൈ സെവറൽ ജമാത്ത് കമ്മിറ്റീസ് എയിംസ് ടു ഹെൽപ്പ് ബിലീവേഴ്സ് who might be torn between performing their religious duties or fulfilling their democratic responsibilities by facilitating their participation in both എന്ന് പറഞ്ഞു വെക്കുമ്പോൾ, ഇത് കേൾക്കുന്ന സമയത്ത് എന്താണ് ഇത് നമ്മളുടെ സമൂഹത്തിലേക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം? ഇതാണ് ഒന്നാമത്തെ ഒരു ഇത് എന്തുകൊണ്ട് ചർച്ചയാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരൊറ്റ ചോദ്യമാണ്. അപ്പോൾ ഇതിലെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഇങ്ങനെ കട്ട് ഷോട്ട് ചെയ്തില്ല, ഇങ്ങനെ ഒരു സംഭവം ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ കാക്കാമാർ വോട്ട് ചെയ്യാതിരിക്കുമോ? അവർ വോട്ട് ചെയ്യില്ലേ? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഒരു സംഭവം ഇത് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഒരു വെള്ളിയാഴ്ച നോമ്പ് വെള്ളിയാഴ്ച ഈ ഇലക്ഷൻ വരുമ്പോൾ, ഇന്ന് ഒരു വെള്ളിയാഴ്ച ആയിരിക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ഇലക്ഷൻ നടന്നിരിക്കെ, അതിൽ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളുണ്ടായിരിക്കെ, ഈ കേരളത്തിൽ നിന്നും അല്ലാതെ വേറെ എവിടുന്നെങ്കിലും ഇത്തരത്തിലുള്ളൊരു ചർച്ച അത് ഉണ്ടാകുന്നുണ്ടോ? ഇതുപോലെയുള്ള പ്രതികരണങ്ങൾ, ഇതിനെക്കുറിച്ചുള്ള ഇത്തരം വികലമായ ചർച്ചകൾ, ചിന്തകൾ അത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇതാണ് രണ്ടാമത്തെ ഒരു ചിന്ത പോകുന്നത്. ഇനി അടുത്തൊരു ചിന്ത, മൂന്നാമത്തേത് എന്ന് പറയുന്നത്, അങ്ങനെ ഒരു സ്ഥലമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വേറെ എവിടെയും അതില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് കേരളത്തിൽ മാത്രം അത് ഉണ്ടാകുന്നത്? എന്താണ് അതിൻ്റെ കാരണം? നാലാമത്തെ ഒരു ചിന്ത, അവസാനത്തെ എന്ന് പറയുന്നത്, ഈ ഒരു രീതിയിൽ ഈ ഇലക്ഷനെ പോലും ഈ മതത്തിൻ്റെ കണ്ണിൽ കൂടെ, അല്ലെങ്കിൽ മതം അതിനകത്തും തിരികിക്കൊണ്ട് ഏതിലും മതപരമായിട്ടുള്ള ആംഗിൾ, അതിപ്പോൾ ഇനിയിപ്പോൾ ക്രിപ്റ്റോ കറൻസിയുടെ കാര്യമൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ട്, പന്നിയിറച്ചിയുടെ കാര്യമൊക്കെ, അതേപോലെ വോട്ട് ചെയ്യുന്ന സമയത്ത് പോലും അതിനകത്തും മതം ചകയേണ്ട ഒരു ഗതികേട്, അത് ഇങ്ങനെ പറഞ്ഞു വെക്കുമ്പോൾ മറ്റ് സമുദായങ്ങൾക്ക്, മറ്റു മതങ്ങൾക്ക് ഇതെന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? ആ മതവിശ്വാസികൾക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? ഇതാണ് നമുക്കിവിടെ ചോദിക്കാനുള്ളത്. ഇതിൽ നമുക്ക് പറയാനുള്ളത്, ഒന്ന്, ഇതുപോലൊരു സന്ദേശം, ഇതുപോലൊരു വൃത്തികെട്ട അശ്ലീലമായിട്ടുള്ളൊരു സന്ദേശം അത് വേറെ കൊടുക്കാനില്ല എന്നാണ്. ഇതെന്തുകൊണ്ട് ഈ കേരളത്തിൽ മാത്രം ഇങ്ങനെ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിൽ വർദ്ധിച്ചിരിക്കുന്ന ഈ മതബോധവും മതത്തിൽ കുളിച്ചു നിൽക്കുന്ന, ഇസ്ലാമിൽ കുളിച്ചു നിൽക്കുന്ന മുസ്ലിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് ഇതിനെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. പറയുമ്പോൾ നമ്മൾ സുന്നി, നമ്മളുടെ സലഫി എന്നൊക്കെ പറയും. പക്ഷേ ഈ വിഷയത്തിലേക്ക് വന്നപ്പോൾ അതിൽ സലഫി സുന്നി എന്നുള്ളൊരു വ്യത്യാസം പോലും നമുക്ക് കാണാനില്ല. എല്ലാവരും ഒരേപോലെയാണ് ഇതിനകത്ത് പ്രതികരണമായിട്ട് വന്നിരിക്കുക. അപ്പോൾ അതിൻ്റെ അർത്ഥം, മതപരമായിട്ടുള്ള ചിന്ത, ഏതിലും മതത്തെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ മതത്തിൻ്റെ കണ്ണിലൂടെ കാര്യങ്ങളെ കാണാൻ ശ്രമിക്കുന്ന ആ ഒരു രീതി അത് വർദ്ധിച്ചിട്ടുണ്ട്. അത് അപകടമാണ്. അത് ഈ ഒരു വിഷയത്തിൽ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഇത് ഇങ്ങനെ നിൽക്കുമെങ്കിലും, ഇത് മറ്റ് ചില വിഷയങ്ങളിലേക്ക് പോകുമ്പോൾ അത് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും, സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ നമ്മൾ മുന്നേ ഒക്കെ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ, ഇപ്പോൾ നമ്മളുടെ യൂണിഫോം സിവിൽ കോഡിൻ്റെ വിഷയം വരുമ്പോഴായാലും, അതുപോലെ ഇപ്പോൾ കുട്ടികളുടെ യൂണിഫോമിൻ്റെ സംഭവമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ പോലും, അതിനകത്തും എല്ലാം ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അതിനകത്തൊരു തീരുമാനം ഇവർ ഇടങ്കോലിടുമ്പോൾ അത് ബാധിക്കുന്നത് അത് മുസ്ലിങ്ങളെ മാത്രമല്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. ഇപ്പോൾ ഒരു വിദ്യാഭ്യാസം സംബന്ധിച്ചിട്ടുള്ളൊരു വിഷയത്തിലേക്ക് വരുമ്പോൾ അതിനകത്ത് ഇവരെ ഇടങ്കോലിട്ട് അതിനെ ഒരു വഴിക്കാക്കി കളയുമ്പോൾ, അത് കൊടുക്കുന്നത് മൊത്തം ജനത്തിലേക്കാവുമ്പോൾ അതിനകത്ത് മുസ്ലിങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത്. അത് മതഭേദമന്യേ എല്ലാവർക്കും ഗുണം കിട്ടാൻ പറ്റുന്നൊരു സാധനത്തെ ഇവർ ഒച്ച വെച്ചതിൻ്റെ പേരിൽ അത് ഒരാൾക്കും കിട്ടാത്ത അവസ്ഥയിലേക്ക് അത് കൊണ്ടെത്തിക്കുമ്പോൾ അത് സാമൂഹികമായിട്ടുള്ളൊരു വിപത്തായിട്ട്, ഒരു ശല്യമായിട്ട് ഇസ്ലാം മാറുന്നത് ഇങ്ങനെയാണ്. ഇവിടെയും അത് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് കഴിഞ്ഞ 2021-22 കാലഘട്ടത്തിലെ 10-12ഓളം വിഷയങ്ങൾ എണ്ണി പറഞ്ഞിട്ട് ഓരോന്നിലും എങ്ങനെയാണ് ഇസ്ലാം അവിടെ ഇടങ്കോലിട്ടത് എന്നുള്ളത് സംബന്ധിച്ചൊരു വീഡിയോ മുന്നേ ചെയ്തതുണ്ട്.
യൂണിഫോം പരിഷ്കരണം മുതൽ സെക്സ് എഡ്യൂക്കേഷൻ മുതൽ അങ്ങനെ ഏതൊക്കെ വിഷയങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ എന്തായാലും ഇതാണ് അതിനകത്തുള്ള ഒരു വിഷയം. അപ്പോൾ ഇതിൽ നമ്മുടെ പോക്കിരിക്ക് എന്താണ് ചേർത്ത് പറയാമെന്നുള്ളതുണ്ടെങ്കിൽ പറയാം. എനിക്ക് പറയാനുള്ളത് ഇതിനകത്ത് ഇസ്ലാമിന്റെ പ്രായോഗികത അത് വളരെ വലിയൊരു പ്രശ്നമായിട്ട് മതത്തിനകത്ത് തന്നെ മാറിയിട്ടുണ്ട്. ഇവർ ഈ ഇജ്മാൾ എന്ന് പറഞ്ഞ ഈ മതത്തിനകത്ത് പണ്ഡിതാഭിപ്രായം കൊണ്ടുവരേണ്ടി വന്ന തന്നെ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ്. ഇപ്പൊ ഈ സുന്നത്തും അല്ലെങ്കിൽ ദൈവത്തിനുള്ള വിശ്വാസവും പ്രവാചകന്റെ ചര്യയും മാത്രം കൊണ്ട് മതം പൂർണ്ണമാകില്ല എന്ന് മനസ്സിലാക്കുന്നത് പിന്നീട് വന്ന എത്രയോ നൂറ്റാണ്ടുകളിലൂടെയാണ് അവർക്ക് മനസ്സിലായത്. കാരണം പുതിയ കാര്യങ്ങൾ വരുന്നു. ഇപ്പൊ ജനാധിപത്യത്തിനകത്ത് ഒരു മുസ്ലിമിന് പൂർണ്ണമായിട്ട് മതം അനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന അല്ലെങ്കിൽ ഈ ജനാധിപത്യ സംവിധാനങ്ങൾ എന്നുള്ളതിനൊക്കെ അനുസരിച്ച് പോവാന്നുള്ളത് തന്നെ ശിർക്കാണ് ഇസ്ലാമിന്. അപ്പോ മതത്തിന്റെ പ്രായോഗികത കാരണമാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പൊ അടിസ്ഥാനപരമായിട്ട് പ്രതി മതം തന്നെയാണ്. ഇത് മുസ്ലിങ്ങളുടെ ഇടയിൽ ഇപ്പോ ഉള്ള ഏറ്റവും വലിയ ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന അടുത്ത വിഷയത്തിൽ പെട്ടതാണ്. അതായത് അവരിപ്പോ ആരെ അനുസരിക്കും? കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിക്കോ? വോട്ട് ചെയ്യാൻ വേണ്ടി മതത്തെ അതായത് ജുമാ നമസ്കാരം ഒഴിവാക്കോ അതോ ജുമാ നമസ്കാരം നടത്തി വോട്ട് ചെയ്യാതിരിക്കും? ജുമാ നമസ്കാരം നടത്തിയാലും വോട്ടൊക്കെ ചെയ്യാം. അതൊരു വെറുതെ അനാവശ്യമായിട്ട് വിവാദം ഉണ്ടാക്കിയതാണ്. കാരണം ജുമാ നമസ്കാരം രാവിലെ മുതൽ വൈകുന്നേരം വരെ കാണാം, അല്ലല്ലോ. അത് കഴിഞ്ഞിട്ടും വോട്ട് ചെയ്യാം, അതിന് മുമ്പും വോട്ട് ചെയ്യാം. പക്ഷെ അവരുടെ ഉദ്ദേശം വെള്ളിയാഴ്ച ഈ പരിപാടി നടത്തരുത് എന്ന് പറഞ്ഞിട്ട് അവരുടെ മതത്തിന്റെ ഇത് പൊക്കി കാണിക്കലായിരുന്നു. പക്ഷെ അത് നേരെ തിരിച്ചടിയാണ് നടന്നത്. കാരണം അവരിത് വിവാദമാക്കിയതോടെ മറ്റുള്ളവർ എന്തായാലും തിരിച്ചു വിട്ടുകൊടുക്കില്ല എന്നുള്ളത് അവരത് ചെയ്യും. അപ്പൊ മതത്തിന്റെ പ്രായോഗികതയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം ഈ മതം കൊണ്ട് ലോകത്ത് നിന്ന് ജീവിക്കാൻ പറ്റും എന്നുള്ളത്. ഇനി ഒരു കുറച്ചു കാലം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലും മോശമാവാനേ സാധ്യത. ഇതിൽ ഈ ചിത്രം നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ ഇന്ന് നടന്ന ഇതിൻ്റെ ഫേസ് 1 7 ഫേസസിലാണ് ഇത് നടക്കുന്നത്, ഇതിൻ്റെ ഇലക്ഷൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതിൽ ഇന്ന് 19-ാം തീയതി ഫേസ് 1-ൽ 5 സീറ്റിലേക്കുള്ള ഇലക്ഷനാണ് നടക്കുന്നത്. അതിൻ്റെ ചിത്രം നിങ്ങൾക്ക് ഇവിടെ കാണാം. ഏപ്രിൽ 19 അതിൽ ഇത്രയും സ്ഥലങ്ങളിൽ ഈ നീല കളർ കാണുന്ന അത്രയും സ്ഥലങ്ങളിലുള്ള വോട്ടിംഗ് ആണ് അവിടെ നടന്നിട്ടുള്ളത് ഇന്നത്തെ ദിവസം. ഇനി അതിൽ 26-ാം തീയതി ആണെങ്കിലും 19-ാം തീയതി ആണെങ്കിലും രണ്ടും വെള്ളിയാഴ്ചയാണ്. അതും നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ 2 ദിവസവും ഇലക്ഷനിന് അഭിമുഖീകരിക്കാൻ പോകുന്ന ഈ 2 സ്ഥലങ്ങളും ആ സ്ഥലങ്ങളിൽ നമ്മളുടെ ഇസ്ലാമിൻ്റെ ഒരു പ്രാതിനിധ്യം എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളവിടെ ഒന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കണക്ക് നമുക്കെടുക്കാം. ഇന്നിപ്പോൾ ഇലക്ഷൻ നടന്ന ഒരു സ്ഥലമാണ് ഇതിൽ ലക്ഷദ്വീപ്, അരുണാചൽ പ്രദേശ്, മേഘാലയ, മിസോറാം ഒക്കെ നിങ്ങൾക്ക് കാണാം. അതിനകത്ത് അടുത്തതിൽ കേരളമുണ്ട്, രാജസ്ഥാനുണ്ട്, പിന്നെ ത്രിപുര, മണിപ്പൂർ, പിന്നെ മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ജമ്മു ആൻഡ് കാശ്മീർ ഒക്കെ അതിനകത്ത് കാണാം. അപ്പോൾ ഇതിൽ ലക്ഷദ്വീപ് മുസ്ലിം മെജോറിറ്റി സ്ഥലമാണ്, ഇന്ന് ഇലക്ഷൻ ഫേസ് ചെയ്ത സ്ഥലമാണ്. ജമ്മു ആൻഡ് കാശ്മീർ അതിൽപ്പെട്ട ചില മണ്ഡലങ്ങളിൽ ഇന്ന് ഇലക്ഷൻ നടന്നിട്ടുണ്ട്, അത് മുസ്ലിം മെജോറിറ്റി സ്ഥലമാണ്. ഓൾമോസ്റ്റ് 68% തന്നെയാണ് അവിടുത്തെ സ്ഥലങ്ങൾ. ഓരോ മണ്ഡലങ്ങളും അതുപോലെയുള്ള കോൺസ്റ്റിറ്റ്യുവൻസീസ് തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവാം. അതുപോലെ ആസാം സിഗ്നിഫിക്കൻറ്റ് പോപ്പുലേഷൻ 34%. വെസ്റ്റ് ബംഗാൾ 27% മുസ്ലിങ്ങളാണ്. ഉത്തർപ്രദേശിൽ വളരെ 19% സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ശതമാനം അവിടെ കാണാം. പിന്നെ ഉത്തരാഖണ്ഡിൽ 13%, 14%. ഇത് 2011 സെൻസസ് പ്രകാരമാണ്. ഇതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ പിന്നെ ഉണ്ടായിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ 11.5, രാജസ്ഥാനിൽ 9, ത്രിപുര 8, ആൻഡമാൻ നിക്കോബാർ 8, അതുപോലെ മണിപ്പൂർ 8.4, മധ്യപ്രദേശ്, പുതുച്ചേരി, തമിഴ്നാട് 6, 5 അങ്ങനെ പോകുന്നു. ഇനി മേഘാലയ അവിടെയൊക്കെ താഴേക്ക് വരുമ്പോൾ ഇത് കൂടുതലും നെഗ്ലിജിബിൾ ആയിട്ടുള്ള വളരെ ചെറിയ പെർസെൻറ്റേജാണ്. 4%, 3%. നാഗാലാൻഡിലൊക്കെ 2%, അതുപോലെ ഛത്തീസ്ഗഡിൽ 2%, അരുണാചൽ പ്രദേശ് അങ്ങനെ ചെറിയ പെർസെൻറ്റേജ്. അപ്പം ഞാനിവിടെ കാണിച്ചെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ മനസ്സിലേക്ക് വരണം. ഈ ചോദ്യം എന്തുകൊണ്ട് ഇവിടെ വേറെ ആരും ചോദിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു എന്താ പറയുക, ഒരു വിഷമം. ഇതല്ലേ നമ്മൾ തിരിച്ചു ചോദിക്കേണ്ടത്. ഇന്നിപ്പോൾ ഇലക്ഷന് പോകുന്നു, അടുത്ത മാസവും ഇതുപോലെ അടുത്ത വെള്ളിയാഴ്ച ഇലക്ഷന് പോകുമ്പോൾ വീണ്ടും അതിനകത്ത് കർണാടക വരുന്നുണ്ട്. കർണാടകയിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷൻ ഉണ്ട്. അതുപോലെ കേരളത്തിൽ നമ്മൾ അവിടെയാണല്ലോ പിന്നെ പ്രശ്നം കിടക്കുന്നത്. പിന്നെ മധ്യപ്രദേശും ബാക്കിയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ഇത്തവണയും ഇലക്ഷൻ നടന്നിട്ടുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. അത് ബാക്കി മണ്ഡലങ്ങളിലേക്കാണ് അത് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഇതിൽ കർണാടകയും കേരളവുമാണ് പ്രധാനമായിട്ട് അതിനകത്തേക്ക് വരുന്നത് എന്നും ഇരിക്കെ എന്തിനാണ് ഇതുപോലെ ഒരു കോലാഹലം? ഇത് ശരിയായ രീതിയാണോ? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. നമ്മളെ ഈ കേരളത്തിലെ മുസ്ലിങ്ങൾ ഇത് ചോദിക്കണം.
ഇതുപോലെ ഒരു പ്രശ്നം ലക്ഷദ്വീപിൽ ഉണ്ടായിട്ടുണ്ടോ, ജമ്മു ആൻഡ് കാശ്മീരിൽ ഉണ്ടായിട്ടുണ്ടോ, അത് ഉത്തർപ്രദേശിൽ ഉണ്ടായിട്ടുണ്ടോ, ബീഹാറിൽ ഉണ്ടായിട്ടുണ്ടോ, വേറെ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇവിടെയൊക്കെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മുസ്ലിം പോപ്പുലേഷനുള്ള സ്ഥലങ്ങളാണ്. ഈ വെള്ളിയാഴ്ച അടുത്ത വെള്ളിയാഴ്ചയും അവർക്ക് 2 ദിവസവും ഇതുപോലെ ഇലക്ഷനാണ്. കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബീഹാറും യു പി വെസ്റ്റ് ബംഗാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ഫേസിലും അവർക്ക് ഇലക്ഷനാണ്. അപ്പോൾ എത്രമാത്രം ബുദ്ധിമുട്ട് അവർക്കുണ്ട്. അവരുടെ വെള്ളിയാഴ്ച മാത്രമല്ല, അത് ക്രിസ്ത്യാനികളുടെ ഞായറാഴ്ച മാത്രം ഒരു ഒഴിവുണ്ട്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ BJP എന്ന് പറയുന്ന പാർട്ടി ഏറ്റവും കൂടുതൽ നടത്തുന്നത് ക്രിസ്ത്യൻ പ്രീണനമാണെന്ന് നിങ്ങൾ പറയേണ്ടതായിട്ട് വരും. കാരണം അവർ ഞായറാഴ്ച മാത്രം ഇലക്ഷൻ വെച്ചില്ല. അത് എന്തോ ഒരു ഗൂഢാലോചനയാണെന്ന് നിങ്ങൾ പറയണ്ടേ. അപ്പോൾ വെള്ളിയാഴ്ച വെക്കുമ്പോൾ അത് മുസ്ലിം ഗൂഢാലോചനയാകുന്നുണ്ട് എങ്കിൽ ഞായറാഴ്ച വെക്കാതിരിക്കുന്നത് അത് ക്രിസ്ത്യൻ പ്രീണനാണ് എന്ന് നിങ്ങൾ പറയേണ്ടി വരും, അത് സമ്മതിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എന്തിനാ ഈ പരിപാടിക്ക് നിൽക്കണമെന്ന് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യം, അതൊരു ആധുനിക ലോകം എന്ന് പറയുമ്പോൾ അവിടെ മതത്തിനെ നിങ്ങൾ വേറെ തന്നെ മാറ്റി നിർത്താൻ നിങ്ങൾ ശീലിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തിൽ എന്തിലും ഏതിലും ഈ മതം ചാർജ് ചെയ്യുന്ന അതിൻ്റെ ഈ എന്താ പറയുക, അതിൻ്റെ ആ ആളുകളായിട്ടാണ് നിങ്ങൾ മാറുന്നത്. വളരെ തെറ്റായിട്ടുള്ളൊരു പരിപാടിയാണത്. ബാക്കിയുള്ള ആളുകൾക്കും അവരുടെ മതവും അവർക്ക് എടുക്കാമെങ്കിൽ നമുക്ക് കൊടുത്തൂടെ എന്ന ചോദ്യം ചോദിക്കാനുള്ള അവസരം നിങ്ങൾ തന്നെയാണ് ഉണ്ടാക്കി വെക്കുന്നത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമത്തെ ഒരു കാര്യം അതുകൂടി പറഞ്ഞിട്ട് പൊകരിയിലേക്ക് പോവാം. ആ കാര്യം എന്ന് പറയുന്നത്, ഇവിടെ ഈ മുസ്ലിങ്ങൾ ഇതുപോലെ പറയുന്ന കാര്യങ്ങളും ഇതുപോലെയുള്ള ബാർഗെയിനിങ്ങും ഇത് കണ്ടിട്ട് അതിനകത്ത് മുട്ടിടിച്ചിട്ട് BJP ഒക്കെ ഇവിടെ വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന ഇവിടുത്തെ ഗാന്ധിജി ആയാലും അന്നത്തെ കാലത്തെ മറ്റുള്ള ആളുകളായാലും അതിനോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനത്തെയൊക്കെ നെഞ്ചോടേറ്റിയ ഗാന്ധിജി എന്തിനാണത് ചെയ്തതെന്ന് ഇന്നും ആർക്കും പിടികിട്ടുന്നില്ല. എവിടെയോ കിടക്കുന്ന എന്തോ ഒരു വിഷയത്തിൽ അത് ഇന്ത്യയിലെ ഖിലാഫത്ത് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരേണ്ട എന്ത് മണ്ണാങ്കട്ടയുടെ ആവശ്യമാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴും നമുക്ക് പിടികിട്ടുന്നില്ല. ഇതൊക്കെയാണ് പണ്ടത്തെ ആളുകൾ ചെയ്തിരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പ്രീണനം, ഈ കാക്കാമാരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ചെയ്തിരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇത് ചെയ്ത് ഒരു വശത്ത് കാര്യങ്ങൾ എത്തിയപ്പോൾ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ സ്വാഭാവികമായിട്ട് അത് ചെയ്യുമ്പോൾ BJP അത് വളരെ ഭംഗിയായിട്ട് അത് ചെയ്യുന്നു. അതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കടന്നിട്ട് നിലവിളിച്ചിട്ട് കാര്യമില്ല. BJP ചെയ്യുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അത് അവസാനിപ്പിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഇതുപോലുള്ള സംഗതികൾ അത് ഒരു ഉറക്കെ പറയാൻ പോലും ഇതൊക്കെ അശ്ലീലമാണ് എന്ന് ബാക്കിയുള്ള ആളുകൾ പറയാൻ വേണ്ടി ശ്രമിക്കണം. ഇവിടെ ഇത് പറഞ്ഞപ്പോൾ മുസ്ലിം ലീഗ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നു, കോൺഗ്രസ്സുകാർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെയാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എത്ര തെറ്റായ സന്ദേശമാണ് സമൂഹത്തിലേക്ക് വെക്കുന്നത് നിങ്ങൾ ആലോചിക്കുക. ഇവിടെയൊക്കെയാണ് നമ്മളെ പോലുള്ള ആളുകൾ ഇത് ഇടപെട്ട് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ സംഖ്യയായിട്ട് തോന്നുന്നത് പറയരുതെന്നൊക്കെ പറയേണ്ടി വരുന്നു. നടക്കില്ല. നമ്മൾ പറയും ഇത് തെണ്ടിത്തരാണ്, ഇത് പോക്കിരിത്തരം ഈ പോക്കിരിയല്ല, ഇത് ശരിയായ പരിപാടിയല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, പോക്കിരി പറഞ്ഞു. നമുക്കൊരു വീഡിയോ ഉണ്ട്, അത് എന്നിട്ട് കാണാം. അതെ. അല്ല, ഇത് ഞാൻ മുസ്ലിം ലീഗുകാരോട് വെല്ലുവിളിക്കണം. നിങ്ങൾക്കും നിങ്ങളുടെ മതത്തിനോട്, നിങ്ങൾ എന്തായാലും മതം കളിക്കലാണല്ലോ. ചില സമയത്ത് ഇങ്ങനെ കുറെ കോംപ്രമൈസ് ഉണ്ടെങ്കിലും നിങ്ങൾ ആണുങ്ങളാണെങ്കിൽ നിങ്ങളുടെ അതേ അഭിപ്രായം കൊണ്ട് പറയാം. നിങ്ങളുടെ സ്ഥിരം ഡയലോഗ്, ആണുങ്ങളാണെങ്കിൽ ഞങ്ങൾ വെള്ളിയാഴ്ച വോട്ട് ചെയ്യില്ല, ഒരൊറ്റ മുസ്ലിമും മലപ്പുറത്ത് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾ ആണുങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ സാധനത്തിന് ഉറപ്പുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്നെ വെല്ലുവിളിക്കണം, അതേപോലെ അങ്ങോട്ട് വെല്ലുവിളിക്കാം. എന്റെ ഇസ്ലാമിന് വേണ്ടി ഞാൻ വെള്ളിയാഴ്ച വോട്ട് ബഹിഷ്കരിക്കും എന്ന് പറഞ്ഞിട്ട് എത്ര സോക്കോൾഡ് കോയമാര് ഇത് ചെയ്യും എന്ന് നിങ്ങൾ പറഞ്ഞുതരാം. ആരും ചെയ്യൂല. സ്വന്തം മതത്തിനെ തളർത്തിയിട്ടാണെങ്കിലും ചുമക്ക് പോയിട്ടില്ലെങ്കിലും നിങ്ങൾ വോട്ട് ചെയ്യും. കാരണം എന്താ? അത് ഇന്നത്തെ കാലം, നിങ്ങൾ ഈ സോക്കോൾഡ് പറഞ്ഞ എല്ലാ കാലത്തേക്കുള്ള ഡാഷ് പ്രവാചകൻ, ആ വാഴ കാരണം നിങ്ങൾക്ക് സംഭവിച്ചുള്ള ബുദ്ധിമുട്ടാണ്. ഇത് നിങ്ങൾ പ്രായോഗിക തലത്തിൽ വരുന്ന സമയത്ത് ഈ മതം പലപ്പോഴും ഈ ജുമ പോലും ഇവര് സ്ഥിരമായിട്ട് ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരു ആഴ്ച പോലും മുടങ്ങാതെ എത്ര മുസ്ലിങ്ങൾ ഇന്ന് പാലിക്കും എന്ന് പോലും നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. അപ്പൊ ഇതൊക്കെ ഇവരുടെ ആവശ്യത്തിന് മാറ്റിക്കൊണ്ടിരിക്കും. പിന്നെ മതമേലധ്യക്ഷന്മാർക്കും അവർക്കും ഈ രാഷ്ട്രീയത്തിലൊക്കെ പിടിച്ചിരിക്കാൻ വേണ്ടി അവരിങ്ങനെ ഇടക്കിടക്ക് ഓരോന്ന് പറയുന്നതാണ്. അല്ലാതെ ഇതൊക്കെ കൃത്യമായിട്ട് പാലിച്ചു പോവാന്നുള്ളത് ഒരിക്കലും സാധ്യമല്ല. 100% ഒരു മുസ്ലിമായിട്ട് ജീവിക്കാൻ പറ്റില്ല. അതാണ് സത്യം. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. മലപ്പുറത്തുള്ള മുസ്ലിങ്ങൾ ഇത് വോട്ട് ബഹിഷ്കരിച്ചോ? ഇല്ല, അവർ വോട്ട് ബഹിഷ്കരിക്കില്ല. അവരെന്ത് ചെയ്യും? അവര് കൃത്യമായിട്ട് ജുമ നിസ്കരിച്ചില്ലെങ്കിൽ വോട്ട് ചെയ്യും. പക്ഷെ ഞാൻ പറഞ്ഞ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ അപ്പം നിങ്ങൾ സമ്മതിക്കാം, നിങ്ങൾ യഥാർത്ഥ മുസ്ലിങ്ങളാണ്, നിങ്ങൾ മുഹമ്മദിന്റെ ആ ചര്യ മുഹമ്മദ്. പക്ഷെ നിങ്ങൾ വോട്ട് ചെയ്തില്ലെങ്കിൽ അവിടെ വേറെ പാർട്ടികൾ ചെയ്യും. അതാണ് നടക്കാൻ പോകുന്നത്. അപ്പോ നിങ്ങൾ എന്താ പറയാ, നമ്മൾ മറ്റേ പറയാറുണ്ടല്ലോ, ഈ എന്താ പറയാ, ഈ ചെകുത്താന്റെയും കടലിന്റെയും ഇടയിലാണ് മുസ്ലിങ്ങൾ. അപ്പോ നിങ്ങൾ ഈ മതം എല്ലാ കാലത്തേക്കും ഒന്നെങ്കിൽ നിങ്ങൾ ആ പ്രചരണം നിർത്തുക, ഈ മതത്തിന്റെ പ്രായോഗികത പറ്റിയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോവുക. ഈ മതം, പിന്നെ ഈ മതേതരത്തിന് അകത്ത് പെടുന്നതാണ് ഇതൊക്കെ. മറ്റു മതങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല? ഹിന്ദുവിന് പല സ്റ്റേറ്റുകൾ, പല സംസ്ഥാനങ്ങളിൽ ഹിന്ദുക്കൾ പല ദിവസങ്ങളും നോമ്പ് നോക്കാറുണ്ട്, പല ആഘോഷങ്ങളുണ്ട്. പല ദിവസങ്ങളിലും എനിക്ക് പടക്കം പൊട്ടിക്കുന്നൊക്കെ നിങ്ങൾക്ക് കേൾക്കാം പല സ്റ്റേറ്റുകളിൽ പോയി കഴിഞ്ഞാൽ. അവിടെ
ഉള്ള ഉത്സവങ്ങളും ആഘോഷങ്ങളും ഒക്കെ അവര് ചില സമയത്ത് ലീവ് എടുക്കാറുണ്ട്. എന്നാൽ അവര് പോലും ഇപ്പോ ഈ സർക്കാർ ഇത്രയും എന്താ പറയാ ബുദ്ധിമുട്ടി നടത്തുന്ന ഇലക്ഷന്റെ ഭാഗമായിട്ട് അവർ പോലും ഒരു എതിർപ്പ് ഉന്നയിച്ചിട്ടില്ല. ഇനി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞ ഈ സ്ഥാപനത്തിന് ഒരു ഇലക്ഷൻ നടത്തുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല. ഇത് ഇത്രയും ദേശവ്യാപകമായിട്ട് ഒരു കാര്യം പ്ലാൻ ചെയ്ത് നടപ്പാക്കുക എന്ന് പറയുമ്പോൾ അതിൽ ദിവസങ്ങൾ മാറി മറിയും. അത് നിങ്ങൾക്ക് ഒന്ന് തീരുമാനിച്ചെടുക്കാൻ പറ്റുന്നതല്ല. പല കാര്യങ്ങൾ വിഭവങ്ങൾ അലക്കറ്റ് ചെയ്യണം, ആളുകൾ ടീച്ചർമാരെയും അവരെയൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കണം. ഇതിന്റെ ഇടയിൽ വെള്ളിയാഴ്ച എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടം മതത്തിലെ ആളുകൾ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മതക്കാർക്ക് ഇന്ത്യയുടെ ഭരണഘടനയോ ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്തിലോ വിശ്വാസമില്ല എന്നാണ്. നിങ്ങൾ ഈ മതേതരത്വം എന്ന് പറഞ്ഞ് നിങ്ങളുടെ കാര്യത്തിലേക്ക് ഹിജാബിന്റെ കാര്യത്തിൽ മാത്രം പറഞ്ഞാൽ പോരാ. ഇതൊക്കെ മതേതരത്വത്തിന്റെ ഭാഗമാണ്. ഇങ്ങനത്തെ കാര്യങ്ങൾ എതിർപ്പ് അറിയിക്കുന്നത് അതൊരു വഷളൻ എന്താ പറയാ വളിയത്തരം എന്ന് ഞങ്ങൾ മലപ്പുറം ഭാഷയിൽ പറയും ആണ്. അത്രേ ഉള്ളൂ. യെസ്, വളരെ നല്ല കാര്യം പറഞ്ഞ ആ വിഷയം. നിങ്ങൾ ഈ വിശ്വാസികളിത് നിർബന്ധമായിട്ട് എടുക്കുക. അതോടൊപ്പം തന്നെ ബാക്കിയുള്ള ആളുകൾ, മുസ്ലിങ്ങളല്ലാതെയുള്ള ആളുകൾ ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക. നമ്മളുടെ ഉദ്ദേശം അതാണ്. നിങ്ങളിലൂടെയാണ് അവരിലേക്ക് എത്താൻ കഴിയുള്ളൂ. നമ്മളെ ചാനലൊന്ന് അവർ വന്ന് നേരിട്ട് ആരിഫ് ഹുസൈൻ്റെ ചാനലൊന്ന് കണ്ടു കളയാം, അല്ലെങ്കിൽ പോക്കിരിയുടെ ചാനൽ, ജബ്ബാർ മാഷിൻ്റെ ചാനൽ ഒക്കെ ഒന്ന് കണ്ടു കളയാം എന്ന് വിചാരിച്ചിട്ടൊന്നും ഒരു കാക്കാനും വരാൻ പോകുന്നില്ല. കാരണം അവരെ പഠിപ്പിച്ചു വെക്കുന്നത് ഇതൊന്നും കാണാൻ പാടില്ല എന്നാണ്. അസ്കർ അലിയുടെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്, ആരും പോയി കാണരുത് എന്നൊക്കെ കുത്തുബയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് പറഞ്ഞതിന് ശേഷം ആളുകൾ ഇടിച്ചു കയറി അത് കാണരുത് എന്നുള്ളത് വേറെ വിഷയം, പോട്ടെ. അപ്പോൾ എന്താ അത് പൈശാചികതയാണ്. അവിടെ ചെന്നാൽ നിങ്ങൾ വഴി തെറ്റും, അത് ഫിത്നയാണ് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകരുത് എന്ന് പറയുക. അത് കാണാൻ തോന്നിയാൽ നിങ്ങൾ ഔദുബില്ല എന്ന് ചൊല്ലി വീട്ടിലിരിക്കണം എന്ന് പറയുന്ന അവസ്ഥ, ഇതൊക്കെയാണ് മതം പഠിപ്പിച്ച് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് കേൾക്കുന്ന ആളുകൾ, നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഒന്നോ രണ്ടോ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇതല്ല, നിങ്ങൾ ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഇത് സമൂഹത്തിൽ ബാക്കിയുള്ള ആളുകൾക്കും മതം പൊക്കാനുള്ള, അത് പൊക്കിപ്പിടിക്കാനുള്ള, അത് പ്രകടനപരത കൂട്ടാനുള്ള, അതിനെക്കുറിച്ചുള്ള അവകാശമായിട്ടൊക്കെ ഉന്നയിച്ച് അതിൽ വലിയ ഊറ്റം കൊള്ളുന്ന അവസ്ഥയിലേക്കൊക്കെ അത് കൊണ്ടെത്തിക്കാനുള്ള ആ ഒരു സാഹചര്യം അത് നിങ്ങൾ തന്നെയാണ് ഇതുപോലെ ഉണ്ടാക്കി വെക്കുന്നത്. ഈ വെള്ളിയാഴ്ച പ്രശ്നം ഇതിലേക്ക് പൊക്കിക്കൊണ്ടുവന്നത് തികച്ചും അനാവശ്യമാണ്. അത് മുസ്ലിങ്ങൾക്ക് തന്നെയാണ് അത് വിനയായിട്ട് വരിക എന്നുള്ളത് മുസ്ലിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അതിൽ പറയാനുള്ളത്. ഇനി ഞാനിതിലെ കണക്ക് കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നല്ലോ, ഇതിലെ മൈനോറിറ്റിയും. ഇനി യഥാർത്ഥത്തിൽ ഇസ്ലാം എന്താണ് വോട്ടിനെ കുറിച്ച് പറയുന്നത്? The Netherlands, he said, can we vote in a democratic country? Akhi, voting is not Islamic. So it's not permissible for Muslims to vote. കേട്ടല്ലോ എന്താ പറഞ്ഞത്? വോട്ടിംഗ് ഈസ് നോട്ട് ഇസ്ലാമിക് എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ജനാധിപത്യം എന്ന് പറയുന്നത് അതും ഇസ്ലാമിലില്ല. അത് ഇസ്ലാം ജനാധിപത്യ വിരുദ്ധമാണെന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. സേ നോ ടു ഡെമോക്രസി, വി വാണ്ട് ശരിയ എന്നൊക്കെ ബോർഡ് പൊക്കി പിടിച്ചിട്ട് ആളുകൾ നടക്കുന്നത് കേട്ടിട്ടുണ്ടാവും. എന്താണ് അതിൻ്റെ കാരണം ജനാധിപത്യം എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ ആധിപത്യം അതല്ല. നമുക്ക് വേണ്ടത് ഹുക്കൂമത്തെ ഇലാഹിയാണ് വേണ്ടതെന്ന് നമുക്ക് ആദ്യം പറഞ്ഞു തന്നത് മൗദൂദി സാഹിബ് ഖുർആൻ പഠിച്ചിട്ട് തന്നെയാണ് എഴുതി വെച്ചിട്ട് തന്നെയാണ് നമ്മളോട് പറഞ്ഞു തന്നത്. ജമാഅത്തെ ഇസ്ലാമി അതാണ് പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത്. ഇന്ത്യയുടെ വിമോചനം ഇസ്ലാമിലൂടെ എന്ന് സിമി പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് അങ്ങനെയാണ്. അപ്പോൾ വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് തെറ്റാണ്, അത് അനിസ്ലാമികമാണ് എന്ന് തന്നെ പറഞ്ഞിട്ട് ഇവിടെ പ്രസംഗിച്ച് കടന്ന് ജമാഅത്ത് ഇസ്ലാമിക്കാരുണ്ട്. വോട്ട് ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടി എന്നെയൊക്കെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അത് പറഞ്ഞു തന്നിരുന്ന സമയങ്ങൾ ഈ ജമാഅത്ത് ഇസ്ലാമി കൂട്ടങ്ങളുണ്ടായിരുന്നു. അന്ന് അത് കേട്ടപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് വോട്ട് ചെയ്യണം, ഡെമോക്രസി അത് ഇതെന്നൊക്കെ നമ്മൾ പഠിക്കുകയും ഇവർ പള്ളിയിൽ ചെന്നിട്ട് നമ്മളെ പിടിച്ചിട്ട് പറയുന്നത് വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ അത് തമ്മിൽ അങ്ങ് ചേരാതെ വന്നപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിൽ തന്നെ നമുക്ക് തോന്നി ഇതെന്തോ കുഴപ്പമുണ്ട് എന്ന് തോന്നിയിട്ട് ആ ഭാഗത്തേക്ക് പിന്നെ പോകാതിരുന്നതാണ്. അതൊരു പ്രശ്നം തന്നെയാണത്. അപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയുന്നത് ഇതാണ്, വോട്ടിംഗ് അതിനെക്കുറിച്ചുള്ള ഒരു ചോദ്യം. Unless they are in a situation where their vote would make a difference between selecting the lesser of two evils. So if we have a Muslim who's trying to promote some part of Sharia or who would endorse the affairs of the Muslims against someone who is anti-Islamic, and if we say in that country we're not going to vote, there's a probability that the anti-Islamist would win. No, you have to. It's almost mandatory for you to vote, though you hate voting and the process because it's totally against Islam. But it is like amputating part of your body to save the whole body. This is something that is done to reduce the evil and to choose the lesser of the two evils, and Allah Azza wa Jal knows best. അതാണ് ആ കൂടുതലൊരു സമാധാനം. അള്ളാഹുവിന് എല്ലാം അറിയാം.
അതെ. അത് മാത്രമാണ് ഒരു സമാധാനം. ഓക്കെ, ഇവിടെ പറഞ്ഞു കേട്ടല്ലോ. അതായത് ഒരു മുസ്ലിം വോട്ട് ചെയ്യുന്നതിൻ്റെ ആത്യന്തികമായ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് ശരിയ എന്ന് പറയുന്ന സാധനത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നത് മാത്രമാണ്. അതിന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ BJP വരുന്നു, BJP വന്നിട്ട് ഇവിടെ നമ്മളുടെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്നത് എന്താണ്? ഇസ്ലാമിൻ്റെ നിയമം എന്ന രീതിയിൽ നിലനിൽക്കുന്ന സ്വത്തവകാശം സംബന്ധിച്ചിട്ടുള്ള നിയമം, വിവാഹം സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങൾ, അതല്ലെങ്കിൽ അഡോപ്ഷൻ സംബന്ധിച്ചിട്ടുള്ള നിയമങ്ങൾ, അത് ഇവിടെ എടുത്തു കളയും എന്ന് അവർ പ്രഖ്യാപിക്കുന്നു. അത് അവരുടെ പ്രകടന പത്രികയിൽ അവർ എഴുതി വെക്കുന്നു. അപ്പോൾ മാനിഫെസ്റ്റോ എന്ന് പറയുന്ന വിഷയം അവിടെ അവർ പറഞ്ഞു വെക്കുമ്പോൾ മുസ്ലിമിൻ്റെ ബാധ്യതയായിട്ട് മാറുകയാണ് എന്ത്? ഈ ശരിയ എന്ന് പറയുന്ന സാധനത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിർബന്ധമായിട്ടും വോട്ട് ചെയ്ത് എന്നിട്ട് അത് അവരെ തടയണം എന്നുള്ളതാണ് അവിടെ വരുന്നത്. എത്ര വികലമായ ഒരു മോട്ടിവേഷനാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കും. മോട്ടിവേഷൻ എന്താണ്? ഓരോരുത്തർക്ക് പ്രാർത്ഥിക്കാൻ ഓരോ കാരണമെന്ന് പറയുന്ന പോലെ ഓരോരുത്തർക്ക് വോട്ട് ചെയ്യാനും ഓരോരോ കാരണങ്ങളാണ്. ഇതുപോലെയുള്ള ഊള കാരണങ്ങളാകുമ്പോഴാണ് ഇത് പ്രശ്നമായിട്ട് മാറുന്നത്. അതാണ് നമ്മൾ ഇതുപോലെയുള്ള ഇന്ന് ടൈറ്റിലിൽ മത ഊളകൾ എന്ന്, മത വാഴകൾ എന്ന് നമ്മൾ ഇടേണ്ടി വന്നത്. കാരണം മതത്തിനപ്പുറത്തേക്ക് ഒരു വിഷയത്തെ പോലും പരിഗണിച്ചുകൊണ്ട് അതിനകത്തൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല. ആരെങ്കിലും അങ്ങനെ വിചാരിച്ചാൽ അവനെ കൊണ്ട് അത് സമ്മതിക്കുകയില്ല. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. ഇസ്ലാമിൽ വോട്ട് ചെയ്യുക എന്ന് പറയുന്നത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ വിശ്വാസിയായിട്ട് ആ കാര്യമായിട്ടാണ് പറഞ്ഞത്. അഴകുഴമ്പൻ മുസ്ലിമിൻ്റെ കാര്യമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം വോട്ട് അത് ഹറാമാണ്. അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. എന്താണ് കൂടുതൽ അതിൽ ചേർക്കാനുള്ളത്? അതെ. ഈ ഇതില് ഇവരിപ്പോ വോട്ട് ചെയ്യുന്നതിന്റെ കാര്യത്തിൽ ഇതിൽ ഇജ്മാ മാത്രമേ ഉള്ളൂ. ഇതില് നബിചര്യയും സുന്നത്തും അതിലൊന്നും ചേരുന്ന നിങ്ങൾ വോട്ട് കാണില്ല. അപ്പോ ഇജ്മാ ഒരിക്കലും അതില് നബിയുടെ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനത്തിന് എതിരെ പോകാൻ പാടില്ല. പക്ഷെ ഇസ്ലാമിന്റെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സുന്നത്ത് എന്താണ്? സുന്നത്ത് അള്ളാഹുവിനെയും മുഹമ്മദിനെ സ്നേഹിക്കലും ശരീരത്തിനെ സ്നേഹിക്കലുമാണ് സുന്നത്ത്. അപ്പോ ഇസ്ലാമിക പരമാധികാരമാണ് വേണ്ടത് എന്നാണ് സുന്നത്തിന്റെ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പറയാം. പക്ഷെ പണ്ഡിതാഭിപ്രായം നോക്കിക്കഴിഞ്ഞാൽ വോട്ട് വേണമെങ്കിൽ ചെയ്യാം എന്ന് ഇവര് പുതിയതൊരു സിദ്ധാന്തം കൊണ്ടത് ഒഴിച്ചു കഴിഞ്ഞാല് പല തീവ്രവാദ സംഘടനകളും ജനാധിപത്യത്തെ എതിർക്കുന്ന എന്തുകൊണ്ടാ? ഇതാണ് കാരണം. അപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഈ ചെകുത്താന്റെ കടലിനിടയിലാണ് മുസ്ലിങ്ങൾ. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. കാരണം ഒന്നെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുക മതമൊക്കെ വേണ്ട, നമ്മൾ അങ്ങനെ തന്നെയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷം മുന്നോട്ട് പോകുന്നത്. കപട വിശ്വാസികളാണ്. പക്ഷെ ചില സമയത്ത് അവർ ഇതുപോലത്തെ ഓരോ ഊളത്തരം കാണിക്കുന്നതുകൊണ്ട് പിന്നെ അത് വിവാദമായി പ്രശ്നമായി മാറുന്നതാണ്. ഇങ്ങനെ വോട്ട് ചെയ്യാതെ നിങ്ങൾ വോട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്. കാരണം വോട്ട് ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ള പാർട്ടികൾ ചെയ്യും. ഇപ്പൊ ഇസ്ലാമിനെതിരെ പണി തുടങ്ങും. ഇനി വോട്ട് ചെയ്താൽ വീണ്ടും നിങ്ങൾ ജനാധിപത്യത്തിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ പറ്റുക? പ്രധാന പ്രശ്നം ഇസ്ലാം എന്നുള്ളത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആ ഒരു പ്രാദേശിക പഞ്ചായത്ത് മതം ആയതുകൊണ്ട് തന്നെ എല്ലാ കാലത്തും എടുത്ത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതാണ് വിഷയം. ഇത് മനസ്സിലാക്കാൻ അതെ ആർക്കും ഇത് പ്രശ്നം എന്താ വെച്ചാൽ ഇവർക്ക് അറിയാം. ഇത് മുസ്ലിങ്ങൾക്ക് അറിയാം. മുസ്ലിങ്ങൾ ജോലിക്ക് പോകുന്ന മുസ്ലിങ്ങൾ എത്ര തവണ നമസ്കരിക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് അറിയാലോ. ഇതൊന്നും അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാവട്ടെ, പ്രൈവറ്റ് കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവരാവട്ടെ, ഇവരൊക്കെ എത്ര നമസ്കാരം എത്ര നോമ്പും കൃത്യമായിട്ട് പിടിക്കുന്നുണ്ട്. ഇതൊന്നും ഒരിക്കലും നടക്കുന്ന കാര്യമല്ല. പക്ഷെ ഇവരിത് പുറത്ത് അവരുടെ മതത്തെക്കുറിച്ച് സംസാരിക്കുന്ന വേണ്ടിയിൽ അത് പബ്ലിക്കിൽ മതത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്കത് ചെയ്യാൻ പറ്റില്ല. കാരണം മതം പൂർണ്ണമായിട്ട് വിടാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോ മതത്തെ എങ്ങനെയും രക്ഷിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അതിലുപരി അവർ യഥാർത്ഥ ജീവിതത്തിൽ ഈ ഇന്ത്യയിലെ മുസ്ലിങ്ങളൊക്കെ വോട്ട് ബഹിഷ്കരിച്ചിട്ടാണ് ഇത്രയും കാലം ജീവിച്ചിരുന്നെങ്കിൽ എനിക്കൊക്കെ സമാധാനമായേനെ. പിന്നെ നല്ല പാർട്ടികളൊക്കെ ജയിക്കുമല്ലോ. പക്ഷെ അവര് ചെയ്യില്ല. നിങ്ങള് അല്ല, ആ ഒരു മതപരമായിട്ടുള്ള ഒരു ഡ്യൂട്ടി ആയിട്ട് തന്നെ ഇതിനെ നമ്മൾ നോക്കുകയാണ്. ഇന്നിപ്പോൾ അങ്ങനെയാണ് ചില ഉസ്താദുമാർ വന്നിട്ട് പറയും. നമ്മളതിനെ സപ്പോർട്ട് ചെയ്യാണ്, അപ്രീഷിയേറ്റ് ചെയ്യുന്നു, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അത് മനസ്സിലാക്കേണ്ടത് അത് മതത്തിനെതിരെയാണ് അവർ പറയുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ ധരിക്കുന്നത് പോലെ മതത്തിനകത്ത് നിന്ന് എന്തെങ്കിലും ഒരു സാധനം എടുത്തു വെച്ചിട്ടല്ല അത് പറയുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ പറഞ്ഞ വാക്കുണ്ട്, യു ഹാവ് ടു ചൂസ് ബിറ്റ്വീൻ ടു ഈവിൾസ്. അതിൽ ലെസർ ഈവിളിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. എന്ന് വെച്ചാൽ അവിടെ പറഞ്ഞു വെക്കുന്നത് ഈ ജനാധിപത്യം ആകെ മൊത്തം ഈവിൾസിന് വേണ്ടിയിട്ടുള്ള സാധനമാണ്. അതിനകത്ത് മൊത്തത്തിൽ പൈശാചികതയാണ്. അതിലെ ചെറിയ പിശാചിനെ നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അതല്ലെങ്കിൽ പിന്നെ നമ്മളതിനകത്ത് ഭരിക്കാൻ വരണം. നമ്മൾ ഭരിക്കാൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കഥ വേറെയാണല്ലോ. അത് പിന്നെ നമ്മളാണല്ലോ, അത് ശരിയായ നിയമമാണല്ലോ വരിക. അപ്പോൾ ഇവിടെ ഈ എലക്ഷൻ പോലെയുള്ള സംവിധാനങ്ങൾ, ജനാധിപത്യ സംവിധാനങ്ങളിലുള്ള ഇത്തരം ടൂൾസ് അത് ഉപയോഗിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ദളിതുകളെ ഉപയോഗിക്കുക, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ അത് എപ്പോഴും പൊക്കി വെക്കുക, അതോടൊപ്പം അംബേദ്കറെ പോലെയുള്ള ഐക്കൺസിനെ നമ്മൾ ഉപയോഗിക്കുക. ഇതൊക്കെ ചെയ്ത് നമ്മൾ ആളുകളുടെ ഇടയിൽ പേരെടുത്ത് അവരോടൊപ്പമാണ് എന്ന് നമ്മൾ ചിന്തിച്ച് വരുത്തി തീർത്തിട്ട്
അങ്ങനെ ഒരു ഘട്ടം എത്തിക്കഴിയുമ്പോൾ ഒരു സമയമാകുമ്പോൾ നമ്മൾ 2047 നടപ്പിലാക്കണം എന്ന് പുസ്തകത്തിൽ എഴുതി വെച്ച് ഡോക്യുമെൻ്റ് എഴുതി വെച്ചിട്ടാണ് ഇവിടെ ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചുവരുന്ന ആളുകൾ അതിനുവേണ്ടി ഇറങ്ങി വന്നത്. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ എന്തായാലും അത്തരത്തിലുള്ള ആ വാദങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നത് പോലും ഇസ്ലാമിനെ രക്ഷിക്കാൻ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഇസ്ലാമിക രാജ്യങ്ങൾ, ഈ ശരിയ നിയമം യഥാർത്ഥത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിട്ടുള്ള രാജ്യങ്ങൾ ഒന്നും തന്നെ ഗുണം പിടിക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം ഇതാണ്. അവരുടെ ഇപ്പോൾ നമ്മളിവിടെ പറയുന്ന ഇപ്പോൾ BJP കുറിച്ച് പറയുന്നു, അതല്ലെങ്കിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരെ പോലും നമ്മൾ എടുത്ത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരെല്ലാം പറയുന്നത് എന്താണ്? ഇവിടെ പിണറായി വിജയൻ വന്ന സമയത്ത് പറഞ്ഞിരുന്ന ഒരു സംഗതി കേട്ടിട്ടുണ്ടാവും, കേരളത്തെ ഒരു സിംഗപ്പൂരാക്കി മാറ്റുമെന്നാണ് പറഞ്ഞത്. അതിപ്പോൾ ഏതാണ്ടായിന്ന് നമ്മൾ കണ്ടപ്പോൾ മനസ്സിലായി. എന്ന് പറഞ്ഞ പോലെ BJPക്കാർ വരുമ്പോൾ പറയുന്നത് എന്താണ്? അത് ഗുജറാത്ത് മോഡൽ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഡൽ എന്ന് പറഞ്ഞിട്ട് അവരുടെ മനസ്സിൽ അവരൊരിക്കലും ഇതിനെ ഒരു ആ തരത്തിലുള്ള സാധനങ്ങളെ സംരക്ഷിക്കുക, അവരുടെ കിതാബിനകത്തുള്ള സാധനങ്ങളെ സംരക്ഷിക്കുക എന്ന് പറയുന്നതല്ല അവർ പച്ചയ്ക്ക് പറയുന്നത്. എന്നാൽ അതിനുള്ളിൻ്റെ ഉള്ളിൽ അവരതിൻ്റെ ഭംഗി കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ അവരുടെ ആശയപരമായിട്ടുള്ള ഒരു ലാഞ്ചന അതിന് കൊണ്ടുവരുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവർ അത് പറയും. ഹിന്ദുത്വം എന്ന് പറയുന്ന സാധനം അവർ ചേർത്ത് വെക്കുന്നു, അതല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി എന്നുള്ള രീതിയിൽ കമ്മ്യൂണിസ്റ്റുകാർ അത് പറഞ്ഞു വെക്കുന്നു. അപ്പോൾ അത് അവരവിടെ ചേർത്ത് വെക്കുന്നുണ്ട്, അത് അവരുടെ ഒരു ഐഡൻറ്റിറ്റിയുടെ ഭാഗമായിട്ട്. എന്നാൽ ഇസ്ലാമിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. ഇസ്ലാമിലേക്ക് വരുമ്പോൾ അവരുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സിംഗപ്പൂർ ആക്കുന്നതോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ക്യൂബ പോലെ ആക്കുന്നതൊന്നുമല്ല. അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു യഥാർത്ഥ ഇസ്ലാമിക രാജ്യമാക്കുക എന്നുള്ളത് തന്നെയാണ്. അവിടെ പ്രധാനമായിട്ട് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ശരിയായ ഭരണം കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും കൃത്യമായ മതം ഫോളോ ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാക്കിയിട്ട് അതിനെ മാറ്റുക എന്നത് തന്നെയാണ് അവർ പച്ചയ്ക്ക് പറയുന്നത്. ഇത് തന്നെയാണ് അവർ എഴുതി വെക്കുന്നത്. അവിടെ വരുമ്പോൾ സംഹിതകൾ പോലും എടുത്ത് മാറ്റി വെച്ചിട്ട് ശരിയാണ് കട്ടവൻ്റെ കൈ വെട്ടുന്ന അവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ വെക്കുന്നു. ഇപ്പോൾ നമ്മളുടെ അഫ്ഗാനിസ്ഥാനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ അങ്ങനെയാണ് ചർച്ചയാവുന്നത്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് അത് പോവുക എന്നതാണ് ഇസ്ലാം വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതുകൊണ്ടാണ് മറ്റുള്ള സംഗതികളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈ ലെസർ ഈവിൾ തിരഞ്ഞെടുക്കാം എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കുണ്ടല്ലോ, ഇല്ലേ? എന്ത് പറയുന്നു? അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുന്നിലുള്ള ലെസർ ഈവിൾ എന്ന് പറയുന്നത് BJPയും ഇന്ന് നിലവിൽ ഇന്ത്യയിൽ BJP ആണ്. ബിഗർ ഈവിൾ എന്ന് പറയുന്നത് ഇസ്ലാമാണ്, ഒരു സംശയമില്ല. ഇസ്ലാമിന് ശേഷമാണ് ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ പോലും വരുന്നുള്ളൂ, അതിനുശേഷമാണ് BJPക്കാർ വരുള്ളൂ എന്ന് ഞാൻ പച്ചയ്ക്ക് പറയും. എനിക്കൊരു മടിയില്ലാത്തതിൻ്റെ കാര്യം അതാണ്. അങ്ങനെ നിങ്ങൾ ഈ ലെസർ ഈവിൾ എന്ന് പറയുന്ന വാക്ക് നമുക്ക് പരിചയപ്പെടുത്തി തന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ തീരുമാനം എടുക്കുമ്പോൾ അത് നിങ്ങൾക്ക് മാത്രമല്ല അതിനുള്ള അവകാശം എന്നുള്ളത് നിങ്ങളൊന്ന് ഓർക്കുക. അങ്ങനെ ഒരു ലെസർ ഈവിൾ എടുക്കാനുള്ള അവസരം പോക്കിരിക്ക് കിട്ടിയാൽ പോക്കിരി എതിർക്കും. അല്ല, ഞാൻ എന്തായാലും ഞാൻ വോട്ട് ചെയ്തോ ചെയ്തില്ല എന്നുള്ളതല്ല. ഈ ഇവിടെ ഇപ്പത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ പരിഷ്കരണം ആഗ്രഹിക്കുന്ന പാർട്ടി എന്നുള്ളത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. അവര് ഇതിൽ മാത്രമേ മതത്തിന്റെ കാര്യമൊക്കെ നിങ്ങൾ വിടും. മതമല്ല രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നത്, പ്രധാനമായിട്ട് സാമ്പത്തിക മേഖലയാണ്. സാമ്പത്തിക മേഖലയിൽ ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസം കുറഞ്ഞ പാർട്ടിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പരമ്പരാഗത പാർട്ടി എന്ന് മനസ്സിലാക്കുക. ഈ സോക്കോൾഡ് പാരമ്പര്യം പറയുന്ന പാർട്ടിയാണ് ഏറ്റവും മാന്യമായിട്ട്. ഇത് ഇന്ത്യയിലെ മാത്രം പ്രതിഭാസമല്ല, സോക്കോൾഡ് ലെഫ്റ്റ് പാർട്ടി ആയിട്ടുള്ള അമേരിക്കയിലെ ഡെമോക്രാറ്റിക് പാർട്ടി അവര് സാമ്പത്തികമായിട്ട് ചില സമയത്ത് അബദ്ധങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അവിടുത്തെ ഏറ്റവും നല്ല കൺസർവേറ്റീവ് പാർട്ടി ആയിട്ടുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് അവിടുത്തെ ഏറ്റവും നല്ല സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നത്. അതുപോലത്തെ ഒരു പ്രവണത പല രാജ്യങ്ങളും നിങ്ങൾ കാണും. റൈറ്റ് വിങ് പാർട്ടികളാണ് ഈ സാമ്പത്തികമായിട്ട് മികച്ച പരിഷ്കരണങ്ങൾ നടത്തുന്നത്. ആ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ അവരുമായിട്ട് നിങ്ങൾ യോജിച്ചോ ഇല്ലയോ, അത് നിങ്ങൾക്ക് ഇൻഡയറക്ട്ലി ഗുണമാണ്. ഇന്ത്യയിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒക്കെ രക്ഷപ്പെടും ഈ സാമ്പത്തിക മേഖല വളർന്നതിന്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ BJP തന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ. എന്തുവന്നാലും കാരണം കോൺഗ്രസ് എങ്ങാനും അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ വീണ്ടും ഇത് എന്റെ കാര്യം സാമ്പത്തികം മാത്രമാണ്, എനിക്ക് മതവും ഇതൊക്കെ വിട്ടേക്ക്. കാരണം അതാണ് യാഥാർത്ഥ്യം. കോൺഗ്രസും ഇപ്പോ നിങ്ങൾ അവരുടെ മാനിഫെസ്റ്റോ എടുത്ത് വായിച്ചു നോക്കുക, അല്ലെങ്കിൽ അവരുടെ പ്രസംഗങ്ങൾ വായിച്ചു നോക്കുക, അവർ പറയുന്നത് വീണ്ടും കൂടുതൽ സബ്സിഡി കൊടുക്കുന്നതാണ്. നമ്മള് ഈ സബ്സിഡി കുറക്കുന്നതാണ്. അത് ഓൾറെഡി ഒരുപാട് സബ്സിഡി അനാവശ്യമായിട്ട് കൊടുത്തു വന്നത് കുറച്ചുകൊണ്ടിരിക്കുന്നതാണ് നല്ലത്. ആ പൈസ എടുത്തിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഗവൺമെന്റിന്റെ പരിപാടികൾ ചെയ്യേണ്ടത്. അപ്പൊ ഇപ്പോഴും കോൺഗ്രസ് പാഠം പഠിച്ചിട്ടില്ല. കാരണം ഒരു വശത്ത് അവർ മതങ്ങളെ പ്രീണിപ്പിക്കുന്നത് നിർത്തിയിട്ടില്ല. നമ്മൾ വിചാരിച്ചു രാഹുൽ ഗാന്ധി പൊട്ടിടാൻ തുടങ്ങിയപ്പോ ഇത് തീർന്നു. അവര് വീണ്ടും ഇപ്പോ കോൺഗ്രസും BJPയും കോൺഗ്രസ് CPM-ഉം തമ്മിലാണ് മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുന്നതിൽ മത്സരം. ഒന്നാലോചിച്ച് നോക്കാം. ഒരു കമ്മ്യൂണിസ്റ്റ് കാരി വന്നിട്ട് പച്ചക്കൊടി കാണിച്ചപ്പോ മറ്റേ ആനി രാജ, അതായത്
ഇതിപ്പോ എന്താണ് ഇനിയിപ്പോ തൃശ്ശൂർ BJP നമ്മുടെ എനിക്കൊന്ന് തൃശ്ശൂര് സുരേഷ് ഗോപി ഇപ്പൊ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അതെ അതെ അതെ, അപ്പൊ അത് ഇതൊക്കെ ഇതൊന്നും എല്ലാവരും ചെയ്യുന്ന അതാണ്. എല്ലാവർക്കും വേണ്ടത് മുസ്ലിം വോട്ട് മാത്രമാണ്. അതെ. അപ്പൊ ഇത് കാണുന്ന മറ്റു മതക്കാർ, ഞാൻ ചോദിച്ചോട്ടെ, ഈ ക്രിസ്ത്യാനിയും ഹിന്ദുവും അവരെന്താ ചിന്തിക്കുക എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. കാരണം ഇത്രയും മുസ്ലിങ്ങളോട് ഏറ്റവും മാന്യമായിട്ട് പെരുമാറുന്ന കേരളത്തില് മതേതരത്വത്തിന്റെ പേരും പറഞ്ഞിട്ട് ഇതാണ് മുസ്ലിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, അപ്പൊ ബാക്കിയുള്ളവർക്ക് നിങ്ങളോട് സ്വാഭാവികമായിട്ടും വൈരാഗ്യവും അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള അവരുടെ വോട്ടിംഗ് പ്രവണതകൾ പോലും മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കുഴി കുഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ പാർട്ടികൾക്ക് ഐഡിയോളജിക്കലി വളർന്നു വരാനുള്ള മണ്ണ് ഉണ്ടാക്കി കൊടുക്കുന്നു. പിന്നെ അവരെ എന്തിന് സപ്പോർട്ട് ചെയ്യണം എന്നുള്ളതിന് മതം മാത്രമല്ല കാരണം. അവരിപ്പോ ഈ തീവ്രവാദത്തെ എതിർക്കുന്നുണ്ട്. ഡിഫൻസില്, പ്രതിരോധ വ്യവസ്ഥയില് നമ്മുടെ ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട് BJP വന്നതിന് ശേഷം. ഇപ്പൊ പാകിസ്ഥാനിലെ ചില തീവ്രവാദികളൊക്കെ അവിടെ പോയിട്ട് തന്നെ കൊല്ലാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ കുറെ മാറ്റങ്ങൾ. പിന്നെ പ്രതിരോധ വകുപ്പിന് അകത്ത് ഉള്ള ഇൻവെസ്റ്റ്മെന്റ് മാറിയിട്ടുണ്ട്. പല മേഖലകളും, ഇന്ത്യയിലെ പല മേഖലകളിലും സാമ്പത്തിക പരിഷ്കരണം ഒരുപാട് നടപ്പാക്കിയിട്ടുണ്ട് ഈ സർക്കാർ. അപ്പൊ ഇതുകൊണ്ടൊക്കെ ഇവരെ വോട്ട് ചെയ്താൽ മുസ്ലിങ്ങൾക്കും യഥാർത്ഥത്തിൽ ഗുണമുള്ള കാര്യമാണ് ഈ BJPക്ക് വോട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു വശത്ത് അവർ ഇതുപോലത്തെ ഇത് നോമ്പെടുക്കുന്ന പരിപാടികളൊക്കെ ഇപ്പൊ സുരേഷ് ഗോപി എല്ലാവരും കേരളത്തിൽ കാണിക്കുന്ന ഈ കോപ്രായം ഒഴിച്ചാല് സാമ്പത്തിക കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് വോട്ട് ചെയ്യണം എന്നാണ് എന്റെ അഭിപ്രായം. എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ ചിലതിലൊക്കെ നമുക്ക് ചില വിയോജിപ്പ് എന്ന് പറയുന്നില്ല, ചില മറ്റ് വശങ്ങൾ പറയാനുണ്ട് എനിക്ക്. പക്ഷെ നമ്മൾ ഇന്നത്തെ ചർച്ച ആ ഒരു വഴിക്ക് പോകണ്ടാത്തതുകൊണ്ട് ഇന്ന് അത് പറയുന്നില്ല. എന്തായാലും ഇത് സംബന്ധിച്ചിട്ട് നല്ലൊരു ചർച്ച കഴിഞ്ഞ ദിവസം സജീവൻ അന്തിക്കാടുമായിട്ട് നടത്തിയിട്ടുള്ളത് 13.8 എന്ന് പറയുന്ന ചാനലിൽ കിടപ്പുണ്ട്. ഇപ്പോൾ ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് 2 എപ്പിസോഡ്സ് അതിനകത്ത് നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒറ്റ കാര്യം, ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ച് പറയുന്ന ഈ സാമ്പത്തിക മേഖലയിലുള്ള ആ വ്യത്യാസങ്ങളെക്കുറിച്ച് പറയുമ്പോഴായാലും മറ്റുള്ള കാര്യങ്ങളായാലും അവിടെ ഒരു കാര്യമുണ്ട്. അതായത് കാലാകാലങ്ങളിലായിട്ട് ഇന്ത്യയുടെ ഒരു ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മുകളിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പല സമയങ്ങളിലും ഈ പോളിസീസ് വരുന്ന സമയത്ത് അതിനകത്ത് വൈകിക്കുന്ന പരിപാടി, തെറ്റായിട്ടുള്ള വഴികളിലൂടെ കുറേ സഞ്ചരിച്ചിട്ട് പിന്നെ ശരിയായ രീതിയിലേക്ക് വരുന്ന പരിപാടി. ഇപ്പോൾ 90കൾ വരെ നമ്മൾ ഈ സോഷ്യലിസത്തെ മുറുകെ പിടിച്ച് ഈ ക്യാപിറ്റലിസ്റ്റ് ആ ഒരു രീതിയിലേക്ക് പോകാൻ മടി കാണിച്ചു നിന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാലം ഇന്ത്യ പിന്നോട്ട് പോയിട്ടുണ്ട്. പക്ഷേ അതിന് വഴി തുറന്നിട്ടത് ആരാണ്? അത് BJP അല്ലായിരുന്നു, അത് ഇവിടുത്തെ കോൺഗ്രസ് തന്നെയായിരുന്നു. അപ്പോൾ അതിനൊക്കെ ശേഷം ഇന്ത്യ വളരെ എന്താ പറയുക ഇൻ ലീപ്സ് ആൻഡ് ബൗണ്ട്സ് എന്ന് തന്നെ പറയുന്ന രീതിയിലാണ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം, അങ്ങനെ പോകാനുള്ള സാധ്യത തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ടുള്ള പോളിസീസ് ഉണ്ടാക്കുന്നതിൽ പിന്നെ ആരൊക്കെ വിജയിച്ചു, അവിടെയാണ് ഈ BJP പോലെയുള്ള പാർട്ടികളുടെ രീതികൾ അവിടെ നമ്മൾ ചർച്ചയ്ക്ക് വരുന്നത്. അപ്പോഴും അവിടെയും പല രീതിയിലുള്ള മറ്റുള്ള ബാക്ക്ഡോർ കളികൾ ഇപ്പോൾ പലതും നമ്മളിപ്പോൾ ചർച്ചയാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിഷയം വരുമ്പോഴായാലും അതുപോലെ അദാനിക്കും അംബാനിക്കൊക്കെ കൊടുക്കുന്ന ചില വഴിവിട്ട സഹായങ്ങളെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ, അത് എല്ലാ രാജ്യങ്ങളിലും അവരുടേതായിട്ടുള്ള ചില കോർപ്പറേറ്റ്സിനെ കൂടെ നിർത്തുന്ന പരിപാടി എല്ലാ രാജ്യങ്ങളും ചെയ്യാറുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ടെങ്കിലും ഇവിടെ പലപ്പോഴും അത് പരാതിക്കിടയാക്കുന്നുണ്ട് എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടാതെ പോകരുത് എന്നേ നമ്മൾ പറയുന്നുള്ളൂ. അങ്ങനെ അത് പറയുന്ന ആളുകളെ മുഴുവൻ കൊന്നൊടുക്കണമെന്നോ അതല്ലെങ്കിൽ അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ പരാതികളുണ്ടാവും, അതിനെക്കുറിച്ചൊരു ചർച്ചയുണ്ടാവും. അങ്ങനെ അതൊരു ഡിസ്കഷൻ ലൈനിൽ അതിനകത്തൊരു റെഗുലേറ്ററായിട്ട് ജനങ്ങളും കൂടി നിൽക്കുന്ന ഒരു രീതിയിൽ അത് മുന്നോട്ട് പോകുമ്പോൾ അത് മൊത്തത്തിൽ ഗുണമാണ് എന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകട്ടെ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അത് ചില സമയങ്ങൾ അങ്ങനെ വേണ്ടി വരും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ ദുബായിലൊക്കെ നടന്നിട്ടുള്ളൊരു രീതി പറയുകയാണ്. ഒട്ടും തന്നെ ഡെവലപ്ഡ് അല്ലാത്ത, ഇപ്പോൾ ചൈനയിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഒട്ടും തന്നെ ഡെവലപ്ഡ് അല്ലാത്ത ഒരു സ്ഥലം, റോഡില്ല, ഒന്നുമില്ല, മനുഷ്യന്മാർ പോലും താമസിക്കുന്നില്ല, ഒരു ഒഴിഞ്ഞ ഒരു പ്രദേശം, ഏക്കർ കണക്കിന് ഹെക്ടർ കണക്കിന് കിടക്കുകയാണ്. അവിടേക്കൊരു മുതലാളിയെ കൂട്ടിക്കൊണ്ടുവരുന്നു, അവരോട് ഒരു മാള് പണിയാൻ പറയുന്നു, അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ഒരു സാധനം അങ്ങ് പണിയാൻ പറയുന്നു. അത് അവരങ്ങ് പണിയാൻ തുടങ്ങുന്നു. ഗവൺമെൻറ് വന്നിട്ട് അവിടെ റോഡും അങ്ങ് ഒരു 8 വരി പാതയങ്ങ് പണിതിടുന്നു, എക്സ്പ്രസ് വേ അതിലൂടെ. അപ്പോൾ ഇത്ര കാലവും ഒരു അനക്കവും ഇല്ലാതെ കിടന്ന സ്ഥലത്ത് ഒരു മുതലാളിയുടെ കൂട്ട് പിടിച്ചുകൊണ്ട് ഇതുപോലൊരു സംഭവത്തിന് ഗവൺമെൻറ് ഇറങ്ങിത്തിരിക്കുന്നു, റോഡ് ഗവൺമെൻറ് പണിയുന്നു, ബിൽഡിങ് മുതലാളിയും പണിയുന്നു. പിന്നെ നമ്മൾ കാണുന്നത് ആളുകൾ അവിടെ വരുന്നു, താമസാക്കുന്നു, അങ്ങനെ ആ ഏരിയ ഒരു ടൗൺഷിപ്പായിട്ട് മാറുന്ന ഒരു കാഴ്ച ഇത് പല സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയാണല്ലോ, ഇത് മുതലാളിയെ കൂട്ടുപിടിച്ചിട്ട് ഗവൺമെൻറ് എന്തോ പണി ഒപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് ആരോപിക്കാം. പക്ഷേ തിരിച്ചു എന്ന് ആലോചിച്ചാൽ
അങ്ങനെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് അവിടെ പല ആളുകൾക്ക് ജോലി കിട്ടുന്നതും ആ നഗരം അവിടെ ഒരു പുതിയ നഗരമായിട്ട് മാറുന്നു. അങ്ങനെ പല കാര്യങ്ങളും അവിടെ കാണാൻ കഴിയും. ഇതുപോലെ ഗുണം കിട്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് നമ്മളുടെ യൂസുഫ് അലി, നമ്മളെ ലുലു ഗ്രൂപ്പിൻ്റെ. പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള പരിപാടികൾ മിഡിൽ ഈസ്റ്റിൽ ചെയ്തത് നമുക്കറിയാം. മറ്റു പല ആളുകളും നമ്മുടെ നാട്ടിൽ നിന്നുള്ളൊരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ സംഭവിക്കുന്നു. അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ പിണറായി സർക്കാർ പലപ്പോഴും പലതിലും നമ്മളുടെ ലുലു ഗ്രൂപ്പിനെ, ലുലു മുതലാളിയെ പൊക്കി വെച്ചുകൊണ്ട് പല കാര്യങ്ങളും അവർക്ക് വഴിവിടാതെയൊക്കെ അനുവദിച്ചുകൊണ്ട് ചെയ്യുന്ന ആളുകളാണ്. ഇപ്പുറത്ത് സെൻട്രൽ ഗവൺമെൻറ് അവിടെ അംബാനിക്കോ അദാനിക്കോ ഒരു കാര്യം ചെയ്യുമ്പോൾ അവിടെ വലിയ ഒരു പ്രശ്നമായിട്ട് ഉയർത്തി കാണിക്കും. അപ്പോൾ നമ്മൾ പറയുന്നത് അതിനകത്ത് ശരികളും തെറ്റുകളും ഉണ്ട്. രണ്ടിനെയും നമ്മൾ ശരിയായിട്ടും തെറ്റായിട്ടും നമ്മൾ പറഞ്ഞു മുന്നോട്ട് പോകുന്നതാണ് ശരി. അപ്പാടെ തെറ്റ് എന്ന് പറയുന്നതോ അല്ലെങ്കിൽ അപ്പാടെ ശരി എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു അടിമത്ത മനോഭാവം അത് ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും നമുക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അതിനകത്തുള്ളൊരു കാഴ്ചപ്പാട് എന്നാണ് അതിലെനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് കൂടുതൽ അതിനകത്ത് എന്തെങ്കിലും ചേർക്കാനുണ്ടോ? ഇല്ലല്ലോ. ഒറ്റ കാര്യം ഞാന് പറയുന്നത്, ഈ തെറ്റുകൾ അഴിമതിയും ഇതൊക്കെ രണ്ട് ഭാഗത്തുണ്ട്. ഈ അഴിമതി ഇല്ലാത്തവരാണ് ഞങ്ങൾ എന്നൊക്കെ പറയുന്ന പാർട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കും. അങ്ങനെയൊന്നുമല്ല, എല്ലാതും ഉണ്ട്, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ നിങ്ങൾ അവരുടെ നയങ്ങളും അവര് എന്തൊക്കെ നടപ്പാക്കി എന്നതിന്റെ അടിസ്ഥാനത്തിൽ അതിപ്പോ നിങ്ങളുടെ ലോക്കൽ മെമ്പർ മുതൽ നിങ്ങളുടെ MP വരെ അങ്ങനെയാണോ നോക്കണം. ഇപ്പൊ ഇവിടെ മലപ്പുറത്തൊക്കെ നടക്കുന്ന ഇപ്പോ ഈ മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യുന്ന ആളുകൾ ആണ് ഞാൻ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അവരെന്തെങ്കിലും ചെയ്തിട്ടാണോ? അവര് ഈ മതത്തിന്റെ പേര് പറഞ്ഞിട്ട് ആരവിടെ നിർത്തിയാലും ജയിക്കുന്ന അവസ്ഥയാണ്. അത് മാറണം. കേരളത്തില് മൂന്നാമതൊരു ബദല് വരിക എന്നുള്ളത് കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ പറയുകയാണ്. ഇപ്പൊ മലയാളികളോടാണ് സംസാരിക്കുന്നത്. ഈ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഇൻഡസ്ട്രി വളർന്നിട്ടില്ല എന്നുള്ളതാണ്. കേരളം നിങ്ങൾ തൊട്ടടുത്ത തമിഴ്നാട്ടിനെ കണ്ട് പഠിക്കണം. അവർ എത്ര ഇൻഡസ്ട്രികളാണെന്ന് പറയും. ചെന്നൈയിലും ഇവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പോയി നോക്കുക, അവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വ്യത്യാസം. തൊട്ടടുത്ത അവരും ഇതേ കുറെ മതവും അവരുടെ കുറെ തമിഴ് വികാരവും പിന്നെ കുറെ ഇതുപോലത്തെ സോഷ്യലിസ്റ്റ് അന്ധവിശ്വാസങ്ങളൊക്കെ പൊക്കി നടക്കുന്ന ആൾക്കാരെ. പക്ഷെ സാമ്പത്തിക കാര്യങ്ങൾ അവർ എടുക്കുന്ന നിലപാടുകൾ വളരെ എന്താ പറയാ നമുക്ക് മാതൃകാപരമാണ്. ആ തൊട്ടടുത്ത സംസ്ഥാനമാണ്. നിങ്ങൾ ഇവിടെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് പോകണ്ട. ഞാൻ BJPയുടെ കാര്യം പറയുന്നത്, BJPയും ഇതേപോലെ സാമ്പത്തികമായിട്ട് വളരെ പ്രതീകാത്മകമായിട്ടുള്ള നല്ല നിലപാടുകൾ, ലോകത്തെ സ്റ്റാൻഡേർഡുകളിലേക്ക് ഇന്ത്യ ഉയർത്താനുള്ള നിലപാടുകളാണ് അവർ എടുക്കുന്നത്. കേരളത്തിൽ ഇങ്ങനെ ഒരു ബദലില്ല. കേരളത്തിൽ നിങ്ങൾ ഇപ്പൊ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടികൾക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി വീണ്ടും മോശമാക്കി ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത് മാത്രമാണ്. അപ്പൊ മൂന്നാമതൊരു ബദല് വരിക എന്നുള്ളത് ഈ പാർട്ടികൾ ഇത് കണ്ടു പഠിക്കാനും കൂടി മൂന്നോ നാലോ സീറ്റ് BJP കിട്ടിക്കഴിഞ്ഞാൽ അവർ വരും എന്ന് വിചാരിച്ചിട്ടെങ്കിലും ഇവരുടെ നിലപാടുകൾ, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരുടെ ഈ വൃത്തിയുടെ നിലപാടുകൾ, ഈ ധർണ ഇരിപ്പും സമരവും കൊണ്ട് ആളുകളുടെ കച്ചവടം പൂട്ടിക്കുന്ന പരിപാടി, ഇതൊക്കെ നിർത്തും. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. അല്ലാതെ ഈ BJP ജയിച്ചുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമുണ്ടായിട്ട് പറയുന്നത് എല്ലാവർക്കും ഉള്ള ഗുണമുള്ള കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ലേ അത്. ശരിയാണ്. ഇപ്പോൾ നമ്മളും പറയുന്നത് പുതിയൊരു പാർട്ടി ഉണ്ടാക്കുക, പുതിയൊരാൾ വരട്ടെ എന്നൊക്കെ പറയുമ്പോൾ ആര് വന്നാലും അത് തിരുത്തൽ തന്നെയാണ്. അത് തന്നെയാണ് എനിക്കും അതിനകത്ത് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇതുപോലുള്ള ഒരു ഇതുവരെ വരാത്തൊരാൾ വരിക എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അവിടെ വലിയൊരു ചലനം ഉണ്ടാക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ആം ആദ്മി പാർട്ടി വന്നപ്പോൾ നമ്മൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയൊരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് പല കാര്യങ്ങളിലും. അത് നമുക്ക് സമ്മതിക്കാതെ നിവൃത്തിയില്ല. ഒരു വീഡിയോ കൂടി ഇവിടെ ഒന്ന് കാണാമെന്ന് വിചാരിക്കുകയാണ് നമ്മളുടെ ഡെമോക്രസിയെ സംബന്ധിച്ചിട്ടുള്ള. നിയമനിർമ്മാണ സഭകളിൽ അംഗമാകരുതെന്ന ഭരണഘടനയിലെ ഭാഗം ജമാഅത്തെ ഇസ്ലാമി മാറ്റി. സ്ഥാനം വഹിക്കുമ്പോൾ സത്യത്തിനും നീതിക്കും വിരുദ്ധമായി പ്രവർത്തിക്കരുതെന്നാണ് മാറ്റം. കോടതിയെ സമീപിക്കുന്നതിനുണ്ടായിരുന്ന വിലക്കും പുതിയ മാറ്റത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ദൈവികേതരമായ നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങളാകരുത്. അത്തരം വ്യവസ്ഥിതിയിൽ ലഭിച്ച സ്ഥാനങ്ങൾ രാജിവെക്കണം. അനിസ്ലാമിക കോടതികളെ സമീപിക്കരുത് തുടങ്ങി ജനാധിപത്യ സംവിധാനങ്ങളെ നിരാകരിക്കുന്നതായിരുന്നു ജമാഅത്തെ ഇസ്ലാമി ഭരണഘടന. ഇത് സ്ഥാപിക്കുന്നതായിരുന്നു പഴയ നേതാക്കളുടെ പ്രസംഗം. അനിസ്ലാമിക വ്യവസ്ഥ അല്ലെങ്കിൽ ദൈവേതര വ്യവസ്ഥ അല്ലെങ്കിൽ ജാഹിലിയ വ്യവസ്ഥ സ്ഥാപിക്കാനോ നിലനിർത്താനോ ഉദ്ദേശിച്ചോ ലക്ഷ്യം വെച്ചോ ഇലക്ഷനിൽ പങ്കെടുക്കുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നതും തൗഹീദിനെതിരാണ്, അനനുവദനീയമാണ്, നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ്. തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിന് സംഘടന പിന്നീട് അനുമതി നൽകി. എന്നാൽ ഭരണപദവിയിൽ ഇരിക്കുന്നത് നിഷിദ്ധമാണെന്ന പിന്നീടാണ് കേട്ടോ അനുമതി നൽകിയത്. തുടക്കത്തിലുണ്ടായിരുന്നില്ല. അത് നോട്ട് ദ പോയിന്റ്. ഇത് അനുവദനീയമല്ല എന്ന് പറഞ്ഞ് നടന്നിരുന്ന സമയത്താണ് എന്നെ പിടിച്ച് അതിനകത്തേക്ക് കൊണ്ടുപോയത്, വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആലോചിക്കും അന്നെങ്ങാനും അത് പോയി അതും കേട്ട് നമ്മൾ നടന്ന് പിന്നെ പറയാണ് വോട്ട് ചെയ്യാം എന്ന് പറയുമ്പോൾ ഇത് എവിടുന്ന് ഇത് മാറ്റം വരുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാണ് ഇവർ പഠിപ്പിച്ച് നടന്നിരുന്നത്.
നിലപാട് തുടർന്നു. ഇതിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഭരണപദവിയിലെത്തിയാൽ സത്യത്തിനും നീതിക്കും വിരുദ്ധമായി യാതൊന്നും പ്രവർത്തിക്കരുത് എന്ന് ഭരണഘടന മാറ്റി. കോടതിയെ സമീപിക്കരുതെന്ന ഭാഗം അത്യാവശ്യഘട്ടത്തിൽ കോടതിയെ സമീപിക്കാമെന്നാക്കി തിരുത്തുകയും ചെയ്തു. സർക്കാർ ജോലി സ്വീകരിക്കരുതെന്നും വോട്ടു ചെയ്യരുതെന്നുമുള്ള ഭരണഘടനയിലെ ഭാഗം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് ജമാഅത്തെ ഇസ്ലാമി മാറ്റിയത്. പിന്നീട് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് തിരഞ്ഞെടുപ്പിൽ പങ്കാളികളായി. ഇപ്പോൾ പുതിയ മാറ്റം. എന്നാൽ ഭരണഘടനയിൽ 2019 തന്നെ മാറ്റം വരുത്തിയതാണെന്നും വെബ്സൈറ്റിൽ ഇപ്പോഴാണ് അപ്ഡേറ്റ് ചെയ്തതെന്നുമാണ് ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം വിശദീകരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. അവിടെ ഇരിക്കേണ്ട ആള് അല്ല, ഇതാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, വിശ്വാസികൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നിപ്പോൾ നിങ്ങൾ സംസാരിക്കുന്ന BJP ആയാലും ഇവിടുത്തെ എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്, ഇതിനെല്ലാം വഴിമരുന്നിട്ട് കൊടുത്ത് ഇതുപോലെ മതം സമൂഹത്തിൽ ചർച്ചയാക്കിയ ആളുകൾ അത് ഇസ്ലാമിൻ്റെ വക്താക്കൾ തന്നെയാണ്. ഇന്നും നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതാണ് നമ്മളിവിടെ പറയാൻ ആഗ്രഹിച്ചത്. അതിനുള്ള തെളിവുകളാണ് നമ്മളിവിടെ വെച്ചിരുന്നത്. എന്തായാലും നമുക്കിനി അടുത്തതിലേക്ക് പോവാം അല്ലേ?